Hey dears, yes, this is Jessina from MS Solutions. ഇനി എന്തിനാ വേറെ സൊല്യൂഷൻ. യെസ്, അപ്പോൾ മക്കളെ നമുക്ക് എക്സാം ഇവിടെ അടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ള ധാരണയാണ് നമുക്ക് ആദ്യം വേണ്ടത് അല്ലേ. അപ്പം ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് വരിക എന്നറിയുന്ന സമയത്ത് നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അത്തരത്തിലുള്ളൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഒന്ന് മിസ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിൻ്റെ കൂടെ എന്താണ് നമുക്ക് ഗവൺമെൻറ് പുറത്തുവിട്ട ക്വസ്റ്റ്യൻ പേപ്പർ പ്രകാരമായിരിക്കാം നമുക്ക് ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ അതൊന്നും നമുക്ക് ആ ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റൂ അല്ലേ. യെസ്, അപ്പോൾ നോക്കടാ, ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. റെയിൻ ബസേരെ മേ യാത്രാവൃത്ത് കാ യഹ് അംശ് പഠേ. എന്താണ് റെയിൻ ബസേരെ എന്ന് പറഞ്ഞ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. നോക്കിക്കേ. അന്ത് മേ ദോ തീൻ കിതാബേ നിക്കാലി, കിതാബോം ഉസ്നെ ഘോൽ കർ ദേഖി. മനസ്സിലായല്ലോ. ആ പെട്ടി തുറന്ന് സാധനങ്ങളൊക്കെ വലിച്ചെറിഞ്ഞു അല്ലേ നമ്മുടെ പാഗലാദ്മി. എന്നിട്ട് എന്ത് ചെയ്തു, അതിനൊരു ബുക്ക് കിട്ടി. ബുക്ക് നോക്കിയപ്പോൾ അയാൾ സൈലൻ്റ് ആയി. ആരാണ് എന്ന് ചോദിച്ചു. അപ്പം ഞാനൊരു ടീച്ചറാണെന്ന് ലേഖകൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അദ്ദേഹം ഒന്ന് കാമായി അല്ലേ. അപ്പോൾ അതാണ് നമുക്ക് തന്ന സിറ്റുവേഷൻ. ചോദ്യം നോക്കിക്കേ. സഹി വികൽപ്പ് ചുൻകർലിക്കെ, ശരിയായിട്ടുള്ള രൂപം ഏതാണ്? ഗ്രാമർ ഭാഗത്ത് നിന്ന് വരും. ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഷോർട്സ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അതൊക്കെ പോയിട്ട് നിങ്ങൾ കാണണം കേട്ടോ. നോക്കിക്കേ. മേം പ്ലസ് കി മുझे, മേം പ്ലസ് കെ മുझे, മേം പ്ലസ് കോ മുझे, മേം പ്ലസ് കാ മുझे. ഇതിൽ ഏതാണ് ശരി? മേം പ്ലസ് കോ മുझे എന്നുള്ളതാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുക, വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് മാത്രം ചെയ്യാം. ഓക്കെ, യെസ്. ദെൻ അടുത്ത ചോദ്യം. പ്രസ്തുത പ്രസംഗ के आधार पर पटकथा का एक दृश्य लिखे. പട്കഥ അല്ലെ, അതായത് അദ്ദേഹം എന്താണ് ഉറങ്ങുന്ന സമയത്ത് പാഗലാത്മയെ കാണുന്നു. ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കുന്നു. പെട്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ വലിച്ചെറിയുന്നു അല്ലെ. ആ സമയത്ത് ഇവർ തമ്മിലുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. അവർ തമ്മിൽ സംസാരിച്ച കാര്യം ഇത് നമ്മൾ പട്കഥയാക്കിയാൽ മതി അല്ലേ. അപ്പം അത് എഴുതുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ദൃശ്യം എഴുതുക അല്ലേ. ദൃശ്യം 1 എന്ന് എഴുതാം. അതുപോലെ സ്ഥാൻ എന്ന് പറഞ്ഞാൽ എന്താ, എവിടെയാണ്, മന്ദിരത്തിൻ്റെ ഉള്ളിലാണ്, നമുക്കത് അറിയാം, അത് എഴുതാം. ദെൻ അത് കഴിഞ്ഞിട്ട് എന്താണ്, സമയം അല്ലേ, സമയം രാത്രിയാണെന്ന് നമുക്കറിയാം, ആ സമയം കൊടുക്കാം. ദെൻ പാത്ര, ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, ചോട്ടുണ്ട്, ലേഖകനുണ്ട്, അതുപോലെ പാഗലാദ്മി ഉണ്ട് അല്ലേ. അപ്പം അത് കഴിഞ്ഞിട്ട് എന്താ, സംവാദം അല്ലേ, അവർ തമ്മിലുള്ള സംവാദം. അതാണ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ ആരാണ്, അതൊക്കെ എവിടെ ഉണ്ട്, നമ്മുടെ പാരഗ്രാഫിലുണ്ട്. അപ്പോൾ അത് ഓരോരുത്തർ ചോദിക്കുന്ന രീതിയിൽ നിങ്ങൾ ഈ പാരഗ്രാഫിന് തന്നെ സെൻറ്റൻസ് എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഈ ചോദ്യം വന്നാൽ നിങ്ങൾ മിസ് ചെയ്യരുത്. ഈ പോയിന്റ്സ് നിങ്ങൾ മറന്നു പോകരുത്. ഇതെന്താണ്, പട്കഥയ്ക്ക് നിർബന്ധമാണ്. സംവാദം നിങ്ങൾക്ക് ഇതിലുള്ള ഈ സെൻറ്റൻസ് വെച്ചിട്ട് തന്നെ ഡയലോഗ്സ് എഴുതാം. ഓക്കെ, ദെൻ അടുത്തൊരു ചോദ്യം നോക്കിക്കേ. അടുത്ത ചോദ്യം, കബീർ കാ ദോഹെ പഠേ. നമ്മുടെ കബീറിൻ്റെ ഒരു ദോഹ ഇവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ. സാധു എസാ ചാഹിയെ ജൈസ സൂപ് സുഭായ്, സാർ കോ ഗഹി രഹൈ ദെൻ തോത്ത ദേയി ഉഠായ്. അപ്പം ഈ സജ്ജനങ്ങൾക്ക് എന്താ, മുറത്തിൻ്റെ സ്വഭാവമായിരിക്കും അല്ലേ, നല്ലത് സ്വീകരിച്ച് ചീത്ത ഉപേക്ഷിക്കും. അപ്പം ഈ ദോഹയുമായി ബന്ധപ്പെട്ട് തന്നത് നോക്കിക്കടാ. സുഭായ് കാ സമാനാർത്ഥി ശബ്ദ ക്യാ ഹെ. സുഭായ് എന്നതിൻ്റെ സമാനാർത്ഥി ശബ്ദം, സുഭായിൻ്റെ അതേ അർത്ഥം വരുന്ന ശബ്ദവാക്ക് ഇതിൽ നമുക്ക് തന്നിരിക്കുന്നതിൽ ഏതാണ്? വചൻ, ശരീർ, സ്വഭാവ്, അഹംഭാവ് അല്ലെ. അതായത് മുറത്തിൻ്റെ അതേ സ്വഭാവം അല്ലെ, സൂപ്പ് സുഭായ്, മുറത്തിൻ്റെ അതേ സ്വഭാവം അല്ലേ. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് കിട്ടിയില്ലേ. അപ്പോൾ ഇത് ഈ രീതിയിലുള്ള സമാനാർത്ഥി ശബ്ദം ചോദിക്കും, വിശേഷൺ ശബ്ദം, അതൊക്കെ നമുക്ക് ദോഹയെന്ന് പ്രതീക്ഷിക്കാം കേട്ടോ. ദെൻ കബീർ ക പ്രസ്തുത ദോഹ ക ആശയിലേക്ക്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഈ ദോഹ ആരുടേതാണ്, കബീർദാസിൻ്റെ ആണെന്ന് കൊടുക്കാം. അപ്പോൾ ഇതിലെന്താണ്, ഇതിലെ ഈ കവിതയിൽ എന്താണ് കവി പറയുന്നത്, കവി കത്തെ ഹേ, എന്താണ് കബീർ പറയുന്നത് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. നല്ല കാര്യങ്ങൾ സ്വീകരിച്ച് ചീത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക, മുറത്തിൻ്റെ സ്വഭാവം പോലെയാണ് സജ്ജനങ്ങൾ എന്നുള്ള രീതിയിൽ ഈ ദോഹ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ 2 മാർക്കിനെ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. ഓക്കെ, യെസ്. ദെൻ അടുത്ത നോക്കടാ ചോദ്യം. അടുത്തത്, ദില്ലി മേ ഉനീന്ദെ സംസ്മരൺ കാ യഹ് അംശ് പഠേ. ദില്ലി മേ ഉനീന്ദയിലുള്ള ഈ ഒരു സംസ്മരണൻ്റെ ഒരു ഭാഗം തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ദില്ലി മേ ഉനീന്ദയിൽ നോക്കിക്കേടാ. ആ ദില്ലി മേ കബ് ആയേ തേ, ഡൽഹിയിൽ എപ്പോഴാണ് വന്നത്, സിറ്റുവേഷൻ മനസ്സിലായല്ലോ. അതായത് നമ്മളുടെ ലേഖികയും അതുപോലെ ഓട്ടോക്കാരനും കൂടി എന്താണ്, ഓട്ടോയിൽ സഞ്ചരിക്കുമ്പോൾ ചോദിക്കുന്ന അല്ലേ, നിങ്ങൾ കുറേ കാലമായോ അല്ലെ. അവർ തമ്മിലുള്ള ആ ഒരു സംഭാഷണമാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. നോക്കിക്കേ. ജോ ഗർ ആയ मेहमान को देखा रहो, आपका मतलब है आप तब से सड़क पर ही है, हाँ यानी उसे बिना सोए 14 साल बीत गए. അപ്പം എന്താണ്, ഓട്ടോയിലിരിക്കുന്ന സമയത്ത് ഓട്ടോക്കാരൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാണ്, എവിടെയാണ് താമസിക്കുന്നത്, കുറേ വർഷമായോ എന്നൊക്കെ ചോദിക്കുന്ന ആ ഒരു സിറ്റുവേഷനാണ് നമുക്ക് പാരഗ്രാഫിൽ തന്നത്. ചോദ്യം നോക്കിക്കേ.
സോറി ഉസേ ബിനാ സോയെ 14 സാൽ ബീത് ഗയേ അല്ലേ, ഒരുപാട് 14, 15, 16 വർഷത്തോളമായി എന്താ അദ്ദേഹം ഉറങ്ങിയിട്ട്. ലേഖികാക്കി ഈ സോച്ച് കാ കാരൺ ക്യാ ഹേ, കാരണം ഓട്ടോയിലാണ് അദ്ദേഹം കിടന്നുറങ്ങുന്നത്. അപ്പോൾ ആ ഓട്ടോയിൽ എത്രത്തോളം സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും എന്നുള്ളത് വീടില്ല അല്ലേ, അപ്പം ആ ഒരു കാര്യം ഉദ്ദേശിച്ചാണ് എന്ത് ലേഖിക അങ്ങനെ പറഞ്ഞത്. അത് നമ്മുടെ എവിടെയുണ്ട്, പാരഗ്രാഫിലുണ്ട്, അതിങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി കേട്ടോ. അടുത്ത ചോദ്യം 4 മാർക്കിന് 2 ചോദ്യം ഉണ്ട്. ഇതിൽ ഏതാണോ നിങ്ങൾക്കറിയാം അത് എഴുതിയാൽ മതി. നോക്കിക്കേ, ऑटो ड्राइवर के साथ हुए अनुभव का जिक्र करते हुए लेखिका की डायरी, ലേഖികയുടെ ഡയറി. ഓക്കെ, അപ്പോൾ നമ്മളൊരു ബോക്സ് വരച്ചു, അതായത് ഓട്ടോ ഡ്രൈവറെ കണ്ട കാര്യം വെച്ചിട്ടാണ് ലേഖിക എഴുതുന്നത്. അപ്പോൾ എന്താണ് കാര്യം, ഒരു ബോക്സ് വരയ്ക്കുന്നു, ആ ബോക്സ് വരച്ചിട്ട് താരീഖ് കൊടുക്കുന്നു, ആശ്മേരയിലേക്ക് ഖുഷി ദിൻത അല്ലെ ദുഃഖി ദിൻത എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ അവിസ്മരണീയ ദിൻത എന്ന് കൊടുക്കുക. എന്നിട്ട് എന്താണ്, ഞാൻ ഇന്ന് എന്ത് ചെയ്തു, ഓട്ടോയിൽ കയറി. അപ്പോൾ ഓട്ടോക്കാരൻ എന്താണ്, ഗരീബ് ആദ്മി എന്നൊക്കെ കൊടുക്കുക അല്ലെ, ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, അദ്ദേഹത്തിൻ്റെ പേര് രാജാറാം എന്നാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പാരഗ്രാഫിൽ തന്നത് മാത്രം എഴുതിയിട്ട് നമുക്ക് ആ ഡയറി ക്ലോസ് ചെയ്യാം. മറിച്ച് അത് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ അടുത്തൊരു ചോദ്യം കൂടി ഉണ്ട്. ഓട്ടോ ഡ്രൈവർ കെ സാത്ത് ഹുയെ അനുഭവ് ബത്താത്തെ ഹുയെ ലേഖിക മിത്ര കെ നാം പത്ര ലിഖ്തി ഹെ. അപ്പോൾ ഓട്ടോ ഡ്രൈവറെ കണ്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, യെസ് ഈ ലേഖിക ഫ്രണ്ടിന് ലെറ്റർ എഴുതാണ്. അപ്പോൾ ലെറ്ററിൻ്റെ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിയാലോ, ബോക്സ് വരയ്ക്കുന്നു, റൈറ്റ് സൈഡിൽ സ്ഥാൻ താരീഖ്, ദെൻ ലെഫ്റ്റ് സൈഡിലായിട്ട് പ്രിയ മിത്ര കൊടുക്കുന്നു. कैसे हो नेहा कुशल से हूँ एक बात बताने के लिए അല്ലേ, ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലെറ്റർ എഴുതുന്നതെന്ന് പറഞ്ഞിട്ട് എന്താ, ഞാൻ ഇങ്ങനൊരു രാജാറാം എന്ന് പറഞ്ഞ ഓട്ടോ ഡ്രൈവറെ പരിചയപ്പെട്ടു. അത് ഭയങ്കര പാവപ്പെട്ട ഒരു മനുഷ്യനാണ്, അച്ചാത്മിയിലെ നല്ല മനുഷ്യനാണ്, കാര്യങ്ങൾ കൊടുക്കാം. എന്നിട്ട് വാപ്പസി പത്രക്ക് ഇന്ദസാർമ എന്ന് കൊടുക്കുക, സസ്നേഹ്, ദെൻ ഫ്രം അഡ്രസ്സ് ടു അഡ്രസ്സ് കൊടുക്കുക, സേവാമയം കൊടുക്കുക, ക്ലോസ് ചെയ്യുക. ഈ രീതിയിലാണ് എന്താ നിങ്ങൾ ഇതിനുള്ള ഉത്തരം എഴുതേണ്ടത്. അപ്പം ഫോർമാറ്റ് ശരിയാക്കുക. അടുത്തൊരു ചോദ്യം നോക്കിക്കേ, മേരി ദുനിയാക്കെ തമാം ബച്ചെ എന്ന് പറഞ്ഞ കവിത ഉണ്ട് അല്ലേ. അപ്പം കവിതയുടെ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നോക്കിക്കേ, സമാനാശയ വാലി പങ്ക്തിയാം കവിതാംശസെ ചുൻകർ ലിഖേ. നമുക്ക് തന്നിട്ടുള്ള, നമുക്ക് ഈ ചോദ്യത്തിൽ ഒരു വരി തന്നിട്ടുണ്ട്, അതേ അർത്ഥം വരുന്ന വരി എവിടെയുണ്ട്, നമ്മളുടെ കവിതയിലുണ്ട്, അത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറയുന്നത്. ബച്ചെ നഫ്രത്ത് കി ഭാവനാओं को छोड़ देंगे അല്ലെ, ആ വെറുപ്പൊക്കെ എന്ത് ചെയ്യും, മക്കൾ ഉപേക്ഷിക്കും. അപ്പം നോക്കിക്കേ, ഇവിടെ ഉണ്ട്, ये सड़कों पर अब निभाए प्यार करेंगे एक दिन उन सब से जिसने तुमने नफरत करना സിക്കായേ. അപ്പോൾ ഈ നഫ്രത്ത് എന്ന് പറഞ്ഞാൽ അതേ വേർഡ് നമ്മളുടെ കവിതയിലുണ്ട്. ചിലപ്പം അതേ അർത്ഥം വരുന്ന വാക്കുകളായിരിക്കും, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അടുത്തത് വൈറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞ നമ്മുടെ കേശവിൻ്റെ ചാപ്റ്റർ നോക്കിക്കേ. കേശവ്ക്ക് ചരിത്രപര ടിപ്പണി, കേശവിൻ്റെ ചരിത്രപര ടിപ്പണിയാണ്. അപ്പോൾ എന്താണ് ഇതിൽ നോക്കിക്കേ, നിരാശ ലഡുക്കോं के बीच उनकी बॉल आखिर गिरी, देन चकराए चकित लड़कों ने देखा कि उस इमारत की छत पर केशव मुस्कुराता हुआ खड़ा था. ഓക്കെ, അതായത് കേശവ് എന്താണ്, വൈറ്റ് ക്യാപ്പിലെ പ്രധാന മുഖ്യ പാത്ര ഹേ കേശവ്. കേശവ് എന്താണ്, നല്ലൊരു കുട്ടിയല്ലേ, അച്ചാൽ എടുക്കാ ഹേ എന്ന് നമുക്ക് കൊടുക്കാം. അവൻ എന്താണ്, വളരെ ഗരീബി, ഭയങ്കര പാവപ്പെട്ട വീട്ടിലുള്ള ആളാണ്. അതുപോലെ എന്താ, അവർ കളിക്കാൻ കൂട്ടുന്നില്ല, ബാറ്റും ബോളും ഒന്നും കയ്യിലില്ല എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിലൊക്കെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യം, പരിയിലടുക്കി കഹാനിക്ക യഹ് അംശപടെ, നമ്മുടെ പരിയിലടുക്കി എന്ന് പറഞ്ഞ ചാപ്റ്റർ നോക്കിക്കേ. മേം അപ്പിനി മാം കെ പത്ലെ ശരീർ സെ ലിപट गया, മാം മേ തുമാരെ സാത്ത് ഹി ചലൂങ്ക, മേം ഫുസ് ഫുസായി. മനസ്സിലായല്ലോ, പരിയിലടുക്കിയിൽ എന്താണ്, പരിയിലടുക്കിയിൽ ആ യുദ്ധവുമായി ബന്ധപ്പെട്ട് എന്താണ്, ബോയ്സ് അല്ലെ, ലേഡീസിനെയും ജെൻസിനെയും അവരെ എന്ത് ചെയ്യുക, വേർതിരിക്കുക. അപ്പോൾ അമ്മയുടെ കൂടെ ആർക്ക് പോകാൻ പറ്റിയില്ല, ഹർമന് പോകാൻ പറ്റുന്നില്ല, ആ സിറ്റുവേഷനാണ് തന്നത്. ചോദ്യം നോക്കിക്കേ, अब समय आ गया है कि तुम्हारे एक आदमी बनने का, അതായത് നമ്മുടെ ഹർമനോട് പറയുന്നുണ്ടല്ലേ, നീ ഒരു യുവാവായി മാറേണ്ട സമയം വന്നിരിക്കുകയാണെന്ന് അമ്മ. അതായത് അവർ തമ്മിൽ എന്താണ്, വേർപിരിയാണ് അല്ലേ. ഹർമൻ ഇനി അമ്മയുടെ കൂടെ ഇല്ല, അപ്പം കാര്യങ്ങളൊക്കെ ആര് ചെയ്യണം, എല്ലാം ഹർമൻ ഒറ്റയ്ക്ക് ചെയ്യണം. അപ്പോൾ അതാണ് അമ്മ ഇവിടെ പറയുന്നത്, ക്ലിയർ ആയിട്ട് ഈ പാരഗ്രാഫിൽ ഉണ്ട്. അടുത്തത് 4 മാർക്കിന് 2 ചോദ്യമുണ്ട്. പ്രസ്തുത പ്രസംഗ് के आधार पर माम और हरमन के बीच की संभावित बातचीत, അമ്മയും ഹർമനും തമ്മിലുള്ള കോൺവെർസേഷൻ. അപ്പോൾ ഇതിലുണ്ട്, നമുക്ക് എന്ത് കൊടുക്കാം, മാം തുമാരെ സാത്ത് ഹി ചലൂങ്ക. അപ്പം നമുക്ക് ഹർമൻ കൊടുക്കാം. ഹർമൻ, അമ്മ ഞാൻ അമ്മയുടെ കൂടെയാണ് വരുന്നത്. അപ്പം പറയാം, അമ്മ പറയാലേ, പറ്റില്ല, ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പാരഗ്രാഫിലുള്ള കാര്യങ്ങൾ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് അവരുടെ കോൺവെർസേഷനിൽ കൊടുക്കുക. ഒരു 4 ഡയലോഗ് ഹർമൻ, ഒരു 4 ഡയലോഗ് അമ്മ, ആ രീതിയിൽ നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാൻ പറ്റും. അടുത്തത്, युद्ध के बाद आजाद होकर हरमन अमेरिका जाता है, वहाँ हरमन परी लड़की रोमा से मिलता है.
ഓക്കെ, അപ്പൊ ഹർമൻ യുദ്ധമൊക്കെ അവസാനിച്ച് അമേരിക്കയിൽ പോകുമ്പോൾ അവിടെ റോമയുമായി ബന്ധപ്പെട്ട് അല്ലെ റോമയെ കാണുന്നുണ്ട്. അപ്പോൾ അവരുമായി ബന്ധപ്പെട്ട ഒരുപാട് സീൻസ് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ആ കോൺവെർസേഷൻ ഇതുപോലെ 4 കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ എന്താ നിന്നെ എനിക്ക് എവിടെയോ കണ്ടുപരിചയമുണ്ട് അല്ലേ, അപ്പം നിന്റെ വീട് എവിടെയായിരുന്നു എന്ന് ചോദിക്കാം. അപ്പം ഈ ജർമ്മനിയിൽ എന്താണ് അവിടെ ഒരു ഫാമിലി ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് റോമ പറയും. ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇതിനുള്ള ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് സില ബിൻതി ലഡ്കിയ. നമുക്ക് ഇപ്രാവശ്യം എന്താണ് ഡയറിയുടെ നമ്മുടെ കവിതയുടെ ആശയം പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് അത് സില ബിൻതി ലഡ്കിയ തന്നെയാണ്. അപ്പൊ ചോദ്യം നോക്കിക്കേ, കവി ഓർ കവിത കാ പരിചയ ദേते हुए കവിതാംശ का ആശയ लिखे. ഓക്കെ, അപ്പൊ കവിതയുടെ ആശയം എഴുതാനാണ് ചോദിക്കുന്നത്. അപ്പം എന്താണ് ഇതിലെന്താണ് സില ബിൻതി ലഡ്കിയ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. ഇതിലെന്താണ് ഈ പെൺകുട്ടികളുടെ കഷ്ടതകളെ കുറിച്ച്, അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച്, ഗരീബിയെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതുപോലെ എന്താണ് ഇതിലൊരുപാട് അവരുടെ വേഷത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലേ. എന്താണ് നല്ല കളർഫുൾ ആയിട്ടുള്ള പക്ഷികളെ പോലെയാണ് എന്നുള്ള കാര്യങ്ങൾ പറയാം. അതുപോലെ അവരുടെ അവസ്ഥകൾ ഇതിൽ പറയുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആശയം എഴുതാം. ഇല്ലെങ്കിൽ സില ബിൻതി ലഡ്കിയ കവിതാക്കെ ആധാർ പർ ഗരീബ് പരിവാരോं का हाल पर टिप्पणी അല്ലേ. അപ്പോൾ ഈ പാവപ്പെട്ട ആളുകളുടെ അവസ്ഥയെക്കുറിച്ചുള്ള ടിപ്പണി. ഇപ്പോൾ ഇതിനേക്കാളും നിങ്ങൾക്ക് ഏതായിരിക്കും, ഈ ആശയം തന്നെയായിരിക്കും ഫുൾ മാർക്ക് കിട്ടാൻ സാധ്യത കൂടുതലുള്ളത് അല്ലേ. ഓക്കെ, അപ്പൊ അത് ആ രീതിയിൽ എഴുതാം. അടുത്തത് ഗലീലിയോ അല്ലെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നോക്കിക്കേ, इस पर पिता ने नाराज होने के बजाय गुस्सा हुए और कहा मैं तुमसे यही सुनना चाहता था. ഡോക്ടർ ആവണ്ട, എനിക്ക് സയന്റിസ്റ്റ് ആയാൽ മതി അല്ലേ. അപ്പൊ അച്ഛനല്ലേ പറഞ്ഞത്, അച്ഛൻ എന്താ ദൈവത്തെക്കാൾ വലിയ ആളാണോ, നമുക്ക് സത്യമാണെങ്കിൽ നമുക്ക് ആരെയും പേടിക്കേണ്ടെന്ന് അച്ഛൻ തന്നെ അല്ലേ പറഞ്ഞതെന്നൊക്കെ ഗലീലിയോ ചോദിക്കുമ്പോൾ അച്ഛൻ ദേഷ്യപ്പെടാതെ ഭയങ്കര കൂളായിട്ട് പറയുന്നുണ്ട് അല്ലേ, ഞാൻ നിന്നിൽ നിന്നും ഇതാണ് ആഗ്രഹിച്ചതെന്ന് പറയുന്നുണ്ട്. അതാണ് സിറ്റുവേഷൻ. ചോദ്യം നോക്കിക്കേ, पहचान कर लिखें कि कौन से प्रस्ताव सही है. നമുക്ക് താഴെ തന്നതിലുള്ള ഏത് പ്രസ്താവനയാണ് ശരി എന്നാണ് ചോദിക്കുന്നത്. നോക്കിക്കേ, ഗലീലിയോ മഹാൻ വൈജ്ഞാനിക് थे. देन ഗലീലിയോ बचपन में आलसी थे, ഭയങ്കര മടിയനായിരുന്നു. ഗലീലിയോ ഡോക്ടർ बनना चाहते थे. ഗലീലിയോ ने पेंडुलम नियम ഗോച്ചാ था. അപ്പോൾ ഇതിലേതാണ് ശരി നമുക്കറിയാം, സയൻറ്റിസ്റ്റ് ആണ്. അതുപോലെ ആ ഒരു പെൻഡുലം നിയമം കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് 1ഉം 4ഉം ആണ്. പക്ഷെ തന്ന ഓപ്ഷനിൽ അതാണോ നമുക്ക് നോക്കാം. 1ഉം 3ഉം അതുപോലെ 2ഉം 3ഉം 1ഉം 4ഉം 3ഉം 4ഉം അല്ലേ. അപ്പം നമ്മൾ ഓൾറെഡി 1ഉം 4ഉം നമ്മൾക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, അടുത്ത നോക്കിക്കേ, വാക്യ വിസ്താർ ഖരേ, നമ്മുടെ വാക്യ പിരമിഡിന്റെ മറ്റൊരു ഭാഗം. ഗുഷ് ഹോക്കർ ഗലീലിയോസെ തബ് പിതാജീനെ കഹ. നമുക്കത് എന്ത് ചെയ്യാൻ പറ്റൂടാ, ഇവിടെ ഉണ്ട് അല്ലേ. ओके, रोहने के कहा तुमसे ये सुनना चाहता और इस भावना को हमेशा बनना रखना. तुम बच्चे वैज्ञानिक बन पाओगा. गलीलियो ने पिता की बात को हमेशा याद करे. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എഴുതാം. നോക്കിക്കേ, പിതാജീനെ കഹ, പിതാജി പറഞ്ഞു അല്ലേ. ഗുഷ് ഹോക്കർ സന്തോഷിച്ചിട്ട്, ഗലീലിയോയോട് അല്ലേ. തബ്, അപ്പം എന്താണ് പിതാജീനെ കഹ ആരോട് പറഞ്ഞു, ഗലീലിയോസെ കഹ എങ്ങനെ പറഞ്ഞു, ഗുഷ് ഹോക്കർ. അപ്പം അതെന്ത് ചെയ്യാം, ഗലീലിയോസെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, ഗുഷ് ഹോക്കർ അല്ലേ. പിതാജീനെ ഗലീലിയോസെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിൽ നമ്മൾ ആ മലയാളത്തിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ വാക്കൊന്ന് പൂർത്തിയാക്കിയിട്ട് ആ സെൻറ്റൻസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, then അടുത്തത് ഗലീലിയോക്കോ പിതാജി നാരാസ് ഹോനേക്കെ ബജായ് ഗുഷ് ഹോ ഖേക്കോ. എന്താണ് ദേഷ്യത്തിന് പകരം ഭയങ്കര കൂളായിട്ട് സന്തോഷത്തിലാണ് സംസാരിച്ചത്, എന്താണ് കാരണം എന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പം സത്യം പറയാ, ഇത് തന്നെയാണ് എന്ത് അച്ഛൻ ആഗ്രഹിച്ചത് എന്ന് ഇതിൽ പറയുന്നുണ്ട് അല്ലേ. അപ്പം അച്ഛൻ എന്താണ്, കുട്ടി സത്യസന്ധനായി നടക്കുക, അത് തന്നെയാണ് അച്ഛൻ്റെ ആഗ്രഹം. അതുകൊണ്ടാണ് ചീത്ത പറയാതിരുന്നത്. അപ്പം അതൊന്നും അങ്ങോട്ട് എടുത്ത് എഴുതിയാൽ മതി. അടുത്തത് നമ്മുടെ ചാപ്റ്ററിൽ നിന്നല്ല പുറത്തുനിന്ന് വരുന്ന ചോദ്യമാണ്. നോക്കിക്കേ, യെസ്, ഇതിൽ നോക്കിക്കേ, വിശേഷൺ ശബ്ദ ചുൻകർ ലീഗേ, ബീമാരിയ ഷഹർ മഹീന പഹ്ല. ഇതൊന്നും നമുക്ക് പാരഗ്രാഫ് നോക്കേണ്ട ആവശ്യമില്ല, പഹ്ല. അടുത്തത് നമൂനയ്ക്ക് അനുസാർ വാക്യ ബദൽ കർ ലിഖ. ഹിരോഷിമ മേ ബം ഘിര, ഹിരോഷിമ മേ ബം ഘിര ഥ. ദെൻ നോക്കിക്കേ, ഹസാരം ലോഗ് മരെ. അപ്പോൾ അത് അവിടേക്ക് വരുമ്പോൾ എന്തായാലും മരെ ഥേ എന്ന് വരും. ഓക്കെ, അപ്പോൾ അടുത്തത് ഹിരോഷിമ മേ അണുബോം ഗിരായെ ജാനെ കെ നതീജ
ക്യാ ഹുവ. അപ്പോൾ ആ അനുഭവം വർഷിച്ചപ്പോൾ അവിടെ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ ഇവിടെ പറയുന്നുണ്ട് അല്ലേ. നോക്കിക്കേ, കൈ വിഭിन्न പ്രകാർ की बीमारी फैल गई, स्वस्थ दिखाई देते लोग अचानक बीमार और कमजोर हो जाते. എന്താണ് അവിടെ സംഭവിച്ചത്? അപ്പോൾ അത് ഈ പാരഗ്രാഫിൽ ഉണ്ടാവും. അത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിട്ട് എഴുതിയാൽ മതി. അപ്പോൾ ചെറിയൊരു ധാരണ കിട്ടിയല്ലോ, ക്വസ്റ്റ്യൻസ് ഈ രീതിയിലാണ് വരിക, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ ആൻസർ നല്ല രീതിയിൽ വേണം. അപ്പോൾ അതിന് കറക്റ്റ് 5 മണിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മിസ് ഒരു അടിപൊളി ലൈവായിട്ട് വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ ആൻസേഴ്സും ആയിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മിസ് ചെയ്യാതെ ആ ലൈവ് കാണുന്നതിൻ്റെ ആൻസേഴ്സൊക്കെ വളരെ സിമ്പിളായിട്ട് മിസ് അതിൽ പറയുന്നുണ്ട്. കാരണം ഇത് ഭയങ്കര ലോങ് ആവും വീഡിയോ ഒന്നും എൻ്റെ മക്കൾക്ക് അറിയാലോ. അപ്പോൾ ഈ രീതിയിലാണ് എന്നുള്ള ധാരണ നിങ്ങൾക്ക് കിട്ടിയില്ല. അതിൻ്റെ ആൻസറുമായിട്ട് മിസ് വരുന്നുണ്ട് ലൈവിൽ. ഓക്കെ, അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ദെൻ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. യെസ്, ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം.